ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ പുതിയൊരു ലെറ്റ്സ് പ്ലേ ആയിട്ടാണ്. നമ്മളെ പണ്ടത്തെ ലെറ്റ്സ് പ്ലേ ഇതിന് മുമ്പിട്ടത് നമ്മൾ ആ വേൾഡ് മിക്സ് ആയിട്ടുണ്ട് നമ്മളെ കയ്യിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ബ്ലോക്ക് പൊട്ടിച്ചെടുത്ത് ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമ്മൾ ഇവിടെ ഒന്നും അല്ലേന്ന് കേട്ടോ സ്പോണായത്. നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു സ്പോണായത്. അത് അവിടെ നിന്ന് നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് ഇങ്ങനത്തെ നല്ല ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. എന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും 8 സ്റ്റിക്കും ഉണ്ടാക്കുക. 8 സ്റ്റിക്കും. ഇനി ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്കൊരു ആക്സും പിക്കാക്സും ഉണ്ടാക്കണം. ഓക്കെ, ആക്സ് പിക്കാക്സ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യണം. ഇനി ഇവിടെ നിന്ന് നമുക്ക് വില്ലേജ് തപ്പി കണ്ടുപിടിക്കണം ഗൈസ്. എന്നിട്ട് അവിടെ വേണം നമുക്ക് ബേസൊക്കെ സെറ്റാക്കാനായിട്ട്. നല്ല വില്ലേജും കിട്ടിയാൽ മതി ഗൈസ്. എല്ലാ വില്ലേജസൊക്കെ ഒന്നുള്ള എന്തായാലും ഇനി സ്റ്റോൺ മൈൻ ചെയ്യാം. നമുക്ക് കുറച്ചധികം സ്റ്റോൺ വേണം ഗൈസ്. നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാനും പിന്നെ അങ്ങനത്തെ കുറേ ഇതുണ്ടാക്കാനായിട്ട് കുറേ സ്റ്റോൺ വേണം. പിക്കാക്സും ടൂൾസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും കുറച്ചെണ്ണം അങ്ങനെ മൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല ഒരു ബേസ് കിട്ടാനായിട്ടുള്ള സ്ഥലവും പിന്നെ ഒരു വില്ലേജും കണ്ടുപിടിക്കണം ഗൈസ്. വില്ലേജിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബേസ് കിട്ടിയിട്ട് അവിടെ അയൺ ഫാമും ബ്രീഡറും ഒക്കെ സെറ്റാക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എത്ര സ്റ്റോണായി? ഇതും കൂടി പൊട്ടിച്ചിട്ട് നോക്കാം ഗൈസ്. ഇതെന്തായാലും പൊട്ടിച്ചില്ല. ഇനി എത്ര സ്റ്റോണായി നോക്കാം. 26 ഗൈസ്. 30 എണ്ണാക്കിയിട്ട് നമുക്ക് പോവാം. 27, 28, 29, 30 ഒക്കെ 30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നേരോട്ട് ഗൈസ്. ഇതും പൊട്ടിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ കയറിയപ്പോൾ. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ടൂൾസ് ഉണ്ടാക്കിയിട്ട് വില്ലേജ് അന്വേഷിക്കാനായിട്ട് പോവാം. കുറച്ച് പണിയാണ് വില്ലേജ് തപ്പണമെങ്കിൽ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മളെന്തായാലും എല്ലാ ടൂൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ പണി ചെയ്യുക ഗൈസ്. എങ്ങോട്ട് പോകും? അവിടെ നിന്നാണ് ഗൈസ് നമ്മൾ വന്ന കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ട് പോകും? ആ വെള്ളമുള്ള കേവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? സ്കോളുണ്ട്, പക്ഷെ ഇപ്പം പോയാലും എനിക്ക് ചാവാൻ വയ്യ ഗൈസ്. ഞാനിപ്പോൾ ലൂട്ടൊന്നും സെറ്റായിട്ടില്ല. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് പോകണോ? ഇങ്ങോട്ടേക്ക് നേരെ പോയാലോ ഗൈസ്? നേരെ പോകണോ അത് ഇങ്ങോട്ട് പോകണോ? അതോ ഇങ്ങോട്ട് പോകണോ? ഇതിവിടെ വേറെ കേവ്, മറ്റേ കേവിൻ്റെ ഇപ്പുറത്തെ വശം തോന്നുന്നു ഗൈസ്. അതാ വില്ലേജ്. എൻ്റെ മോനെ, തൊട്ടടുത്ത് തന്നെ വില്ലേജ്. ഭാഗ്യമേ. തൊട്ടടുത്ത് തന്നെ വില്ലേജ്. അത്യാവശ്യം വലിയ വില്ലേജാന്ന് തോന്നുന്നു. വില്ലേജേഴ്സിനൊന്നും കാണുന്നില്ലല്ലോ. വില്ലേജേഴ്സ് ഇല്ലേ? ഉണ്ട്, ഒരുത്തനുണ്ട്. ഓക്കെ, രണ്ടാമത്തോനെയും കണ്ട്, മൂന്നാമത്തോനെയും കണ്ട്. പക്ഷെ ഇവന്മാർക്കൊന്നും എന്താ ട്രേഡ് ഇല്ലേ? രണ്ടെണ്ണത്തിന് ട്രേഡ് ഇല്ല. അതാ ഇവനക്കും ഇല്ല ട്രേഡ്. ഇവന് ഒരുത്തൻ ട്രേഡ് എടുത്തിപ്പോൾ. സ്മോക്കറിൻ്റെ വീടുണ്ടോ അവിടെ എവിടെയെങ്കിലും? അല്ല, ബ്ലാക്ക് സ്മിത്ത് ഇല്ല ഗൈസ്. നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിന്ന് ഇവിടേക്ക് വരേണ്ടി വരും ഗൈസ്. സ്പോണായവിടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. ഇവിടെ ലൂട്ടുള്ള വീടില്ലേ? വലിയ വില്ലേജൊക്കെയാണ്, പക്ഷെ ലൂട്ടുള്ള വീടില്ല. ഉമ്മാർക്കൊന്നും ട്രേഡില്ലാത്ത ആർക്കും ഇല്ല ഗൈസ് ട്രേഡ്. ഇവിടെ ഇതിലില്ല. ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിലും ഇല്ല ഗൈസ്. ഇനി ഇവിടെ വേറെ വല്ല വീടും മേലോട്ടില്ല. ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ലൂട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഈ സുമാർക്ക് ആർക്കും ട്രേഡില്ല. കുറച്ച് ആൾക്കാർക്കേ ട്രേഡുള്ളൂ. എവിടെയും കാണുന്നില്ലല്ലോ. ഈ വീട്ടിലല്ലേ? ഈ വീട്ടിൽ ലൂട്ടുന്ന ചാൻസ്. നമുക്ക് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഇവിടെ ഉണ്ടാവണേ ഇല്ല. ഇപ്പുറത്തുണ്ട് കേസ്. ഓക്കെ, 5 ആപ്പിളും 5 പൊട്ടറ്റോയും കിട്ടിയിട്ടുണ്ട്. ഒരു ബുക്കും കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ വല്ല ലൂട്ടുള്ള വീടുണ്ട്. അങ്ങോട്ടേക്ക് വീടില്ല. ഇവിടെ എവിടെയെങ്കിലും ഇതിൻ്റെ അകത്ത് ക്രാഫ്റ്റിൻ്റെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ബാരലുണ്ട്, വേറെ ഒന്നുമില്ല. അതിലൊന്നുമില്ല ഗൈസ്. ഇനി
ഈ വീട്ടിൻ്റെ അകത്ത് ഇടാൻ ചാൻസ് ഇല്ല, എന്നാലും പോയി നോക്കാം. ഇവിടെ താഴെയല്ല, എന്തായാലും ചാൻസ് ഇല്ല. ലേസ് പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ തന്നെ ഇതിലില്ല. എന്തായാലും വേറെ വീടുകളിലൊന്നും ഇല്ല. നമ്മൾ ആകെപ്പാടെ ഒറ്റ വീട്ടിൽ നിന്ന് ലൂട്ട് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒരു വീടും ഇല്ലേ? വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇല്ല കേസ്. ഇനി നമുക്ക് ബേസ് കെട്ടാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എവിടെ കെട്ടും നമ്മൾ ബേസ്? ഇവിടെ എവിടെയൊരു നല്ല സ്ഥലം. ഇവിടെ വേറെ വീടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കെട്ടിയാലോ? ഇവിടെ എന്തായാലും നമുക്ക് രാത്രി ആവുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങിയിട്ട് ബാക്കിയുള്ള പണി നോക്കാം ഗൈസ്. വേഗം കിടന്നുറങ്ങിക്കോ. കിടന്നുറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള ബേസ് കെട്ടാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക. എന്താണ് കിടക്കാൻ പറ്റാത്ത? രാത്രി ആയിട്ടില്ലേ? കിടക്ക് 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 കിടക്ക്. ഇപ്പോൾ സോംബീസ് വരും. ഓക്കെ കേസ് കിടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് കെട്ടാനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം. എവിടെ കെട്ടും നമ്മൾ? നല്ലൊരു സ്ഥലമാണ്. എവിടെയാണ് അങ്ങനത്തെ ഒരു സ്ഥലം? ഇതിൻ്റെ മേലെ ആകുമ്പോൾ വഴി അങ്ങോട്ടേക്കുണ്ട്. ഇതിൻ്റെ മേലെ ഇവിടെ ആയിട്ടുണ്ടാക്കിയാലോ? ഇവിടെ ആയിട്ട് സൂര്യനെ ഇവിടെ നിന്ന് ഉദിക്കുക. സൂര്യൻ ഇവിടെ നിന്ന് ഉദിക്കും, ഇവിടെ അസ്തമിക്കും. അത് പരന്നൊരു മല, അവിടെ പോയി നോക്കാം. അവിടെ ഉണ്ടാക്കാൻ പറ്റിയതായിരിക്കും. അവിടെ മല ഓൾറെഡി പരന്നിട്ടാണ്. അപ്പോൾ അവിടെ നോക്കി നോക്കാം ഗൈസ്. കുറച്ച് ക്ലീൻ ആക്കാൻ ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കാമല്ലേ? നല്ലൊരു മല ഗൈസ്. അവിടെ നോക്കിയാൽ വില്ലേജ് ഫുള്ള് കാണുകയും ചെയ്യാം എന്ന് തോന്നുന്നു. മേലോട്ട് കയറി. ഓക്കെ സെറ്റാട്ടോ. വില്ലേജിൻ്റെ പകുതിയാണ് നൈസ്. ഏതാ കൊള്ളാം, നൈസ് മല. അപ്പം എന്തായാലും ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. കുറച്ച് ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ചളഞ്ഞിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ആക്കണം. അപ്പം എന്തായാലും നമുക്ക് ബേസൊക്കെ എന്നാലും അടുത്ത എപ്പിസോഡിൽ കേട്ടാം. എന്നാലും നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് നിരപ്പാക്കിയിട്ട് ഫുള്ള് ബ്ലോക്കും പൊട്ടിച്ചളഞ്ഞിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത പാർട്ടിലായിരിക്കും എന്തായാലും നമ്മൾ വീട് കെട്ടാൻ പോണത്. ഇവിടെയൊക്കെ ഒന്ന് നിരപ്പാക്കിയിരിക്കണം ബ്ലോക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് വീട് കെട്ടണോ അതോ ഇങ്ങോട്ടേക്ക് വീട് കെട്ടണോ? നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെയും ബൈ ബൈ.